ഒഴിച്ചിരിക്കുന്നു. ഇതാ ഉള്ളി ഇടാൻ പോകുന്നു. ഉള്ളി ഇട്ടിരിക്കുന്നു. 2 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതാ ഉപ്പിട്ട് നമ്മൾ ഒരു സ്പൂണില് ഒരു ടിപ്പാണ്, ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടാ ഇച്ചിരി നല്ലോണക്ക് വരള് പെട്ടുകയും ചെയ്യും, പെട്ടെന്ന് വരള്. ഒരു ചെറിയ ഗോൾഡിഷ് കളർ ആവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 2 ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഉള്ളി ചെറുത് നല്ല ബ്രൗണിഷ് ആവുന്നുണ്ട്. നേരത്തെ ഗോൾഡിഷ് ആയിരുന്നു, ഇപ്പൊ ബ്രൗൺ ആയി. ഇനിയും ഇച്ചിരി നേരം എടുക്കുമായിരിക്കും അല്ലേ? ഉള്ളി വറുത്ത് വരുമ്പോ നമ്മ ബ്രൗണിഷ് ഒക്കെ ആകുമ്പം നമ്മൾ തീ കുറയ്ക്കണം. ചിലവരുടെ ശ്രദ്ധയ്ക്കായിട്ടാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇതാ ഉള്ളി നമ്മൾ മാറ്റുന്നുണ്ട്. നല്ല ബ്രൗണിഷ് ആണ്. ഇതാ നമ്മൾ വറുത്ത് വെച്ച ഉള്ളി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇത് 900 ഗ്രാം ചിക്കനാണ്. മഞ്ഞള്, ഉപ്പ്, നാരങ്ങാനീര് ഇട്ട് ഫ്രിഡ്ജ് വെച്ച്, മുളക്, ഇഞ്ചി, തക്കാളി, മല്ലിയില, പുതിനയില, തൈര്, വെളുത്തുള്ളിയുണ്ട്. ബിരിയാണി മസാല നിർബന്ധമാണ്. നമ്മൾ ഇച്ചിരി കടുകിട്ടു, അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങാൻ നേരത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ പോവാണ്. നല്ലവണ്ണം വഴറ്റണം. നമ്മൾ വേണമെങ്കിൽ ഗ്രീൻ പീസ് നമ്മൾ തലേ ദിവസം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇട്ടിരിക്കുന്നു. ഇപ്പൊ നമ്മളിത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും, 2 വലിയ തക്കാളിയും പിന്നെ വേണം. തക്കാളി വരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മല്ലിയില, പുതിനയില അരിഞ്ഞു വെച്ചത് പകുതി ഇടുക. ഇത് നമ്മൾ ഇടാൻ പോവാണ്. ഇത് നല്ലോണക്കൊന്ന് കുഴയ്ക്കണം. നമ്മൾ വരട്ടിയതിലേക്ക് ചിക്കൻ ഇടുക. അത് നല്ലോണം കുഴയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇതില് ബിരിയാണി മസാല ഇടുക. ഇപ്പം ഡബിൾ ഹോസിന്റെയാണ് എടുത്തേക്കുന്നത്. 2 സ്പൂൺ ഇടാം. 2.25. നല്ല മണവും രുചിയും വരും. നല്ലോണം കുഴയ്ക്കണം. ഈ സമയത്ത് നമ്മൾ തൈരിടണം.
മിക്സായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഒരു പകുതി മല്ലിയില പുതിനയില ഇട്ടാൽ മതി, ബാക്കി പകുതി അവസാനം കുഴച്ചെടുക്കുമ്പോ എടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിക്കുക. ചട്ടി ചൂടാകാൻ നേരത്ത് നമ്മൾ ഇച്ചിരി നെയ്യ് ഒഴിക്കണം. എന്നിട്ട് നമ്മൾ കാഷ്നട്ടും കിസ്മിസും എടുത്ത് ഇടണം. കാഷ്നട്ട് ആദ്യം ഇടണം. ഇനി നമ്മൾ ബാക്കി കിസ്മിസും കൂടെ എടുത്തേക്കുവാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് വേവുന്ന ചൂടാവുന്നവരെ ഒന്ന് നല്ലോണം കാക്കണം. ഇതൊക്കെ ഫ്ലെയിം കുറച്ചിട്ട് വേണം ആക്കാൻ. നല്ല നമുക്ക് വറുത്തരിച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് നിർബന്ധമില്ല, വേണ്ടവർക്ക് എടുക്കാം. നല്ലണക്ക് ആയിരിക്കുന്നു. ചിക്കൻ മസാല തയ്യാറായിരിക്കുന്നു. ചിക്കൻ മസാല ഫുൾ അങ്ങോട്ട് വേവണ്ട, മുക്കാലൊക്കെ മതി. കാരണം ബിരിയാണിയിൽ നമ്മൾ ഇങ്ങനെ ദമ്മിട്ട് വെക്കാൻ നേരത്ത് ഇച്ചിരി വേവും. അങ്ങനെ ബിരിയാണി മസാല റെഡി ആയിരിക്കുന്നു. പട്ട, ഗ്രാമ്പു, ഏലക്ക, 5 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കണം. 2.5 ഗ്ലാസ് അരിക്കാണ് 5 ഗ്ലാസ് വെള്ളം. നമ്മൾ ഇനി നെയ്യ് ഇച്ചിരി ഒഴിക്കാൻ പോവാണ്. നെയ്യ് ചൂടാകുമ്പോ നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇടണം. ഇതിലേക്ക് നമ്മൾ ഊറ്റിയ ചോറ് എടുക്കുവാണ്. ഇതിലേക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിക്കുവാണ്. നമ്മൾ 2 ടീസ്പൂൺ ഉപ്പിടണം. എന്നിട്ട് ഫ്ലെയിം കൂട്ടിയിടണം. നമ്മൾ ദമ്മിടാനായിട്ട് ഇത് ഇടാൻ പോവാ. നമ്മൾ നേരത്തെ ചിക്കൻ മസാല ആക്കിയത് ദമ്മിടാനായിട്ട്. ഇതിലേക്ക് നേരത്തെ ഉള്ളി വറുത്തേക്കുന്നത് ഒന്ന് ഇച്ചിരി ഇട്ടിട്ടൊന്ന് ചൂടാവാൻ ഇടുക. കുറച്ച് മാറ്റി വെക്കും ദമ്മിടാനായിട്ട്. ഇതിലേക്ക് ഇച്ചിരി കാഷ്നട്ട്, ഉള്ളി വറുത്തത്, ഗ്രീൻ പീസ്, പുതിനയില, സാധനം മല്ലിയില എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ചോറും കൂടെ ഇടണം. ഈ ദമ്മിടാൻ വേണ്ടിയിട്ട് പഴയ ദോശച്ചട്ടിയോ ഫ്രൈ പാനോ ഉണ്ടെങ്കിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതടച്ചിട്ട് ഇത് ചൂടാകുമ്പം വെക്കുക. ഈ ബിരിയാണി വെക്കുക തീ കുറച്ച്. ഇതാ നമ്മളത് വെച്ചിരിക്കുന്നു. 20 മിനിറ്റ് കുറച്ച് വെക്കണം. ഇതാ ബിരിയാണി തയ്യാറായിരിക്കുന്നു. ബിരിയാണി, ചമ്മന്തി, സലാഡ്, നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ വയറ് നിറച്ച് കഴിച്ചതേ ഉള്ളൂ.